അഡ്വക്കേറ്റ് ലിജീഷ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ, റഹീം നടത്തിയ പ്രസംഗം, അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രസംഗമാണല്ലോ. ഷാഫി കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയ്സൺ എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഞെട്ടിപ്പോയി. ഇങ്ങനൊരു പ്രയോഗം റഹീമിനെ പോലുള്ള ഒരു ഉത്തരവാദപ്പെട്ട CPM നേതാവിൽ നിന്ന്, MP യിൽ നിന്ന് വന്നപ്പോൾ പൊളിറ്റിക്കൽ പോയ്സൺ എന്നാണ് പറഞ്ഞത്. പലർക്കുമെതിരെ ഷാഫി പറമ്പിൽ വിഷം ചീറ്റി എന്നാണ് പറഞ്ഞത്. ഷാഫി പറമ്പിൽ വിഷം ചീറ്റിയതിന്റെ ഒരു ഉദാഹരണം ഒന്ന് പറയാമോ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പിന്നെ പറഞ്ഞു കേട്ടില്ല. അല്ല, വടകരയിലെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പരിപാടിയിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഈ രാഷ്ട്രീയ വിഷം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിലിനെ വിശേഷിപ്പിച്ചത്. അത് കൃത്യമായ നിർവചനം തന്നെയാണ്. വടകരയിലെ തെരഞ്ഞെടുപ്പിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിഷയങ്ങൾക്കെല്ലാം കൃത്യമായ നേതൃത്വം കൊടുത്ത് ഷാഫിയാണ്. ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഷാഫി കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മറ്റുള്ളവരെല്ലാം ഇവിടെ വന്ന് പുറത്തു വന്ന് ഇത്തരത്തിലുള്ള പ്രത്യേക അജണ്ടയോടുകൂടെ പ്രവർത്തിച്ചത്. അല്ലാതെ അവർക്ക് വ്യക്തിപരമായി പറഞ്ഞ താല്പര്യങ്ങളല്ലല്ലോ. ഷാഫി പറമ്പിൽ വിഷം ചീറ്റി എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിൽ നിന്നും വർഗീയ വിദ്വേഷത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു പ്രതികരണം എടുത്തു പറയാനുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അങ്ങനെ താങ്കൾ ഉറപ്പിച്ച് ഷാഫിയാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുമ്പോൾ, മറിച്ച് അപ്പുറത്ത് വരുന്ന ആരോപണങ്ങൾക്ക് KK ശൈലജയാണ് ഉത്തരവാദി എന്ന വാദം അപ്പുറത്ത് ഉന്നയിക്കാമല്ലോ. ഷാഫിയിൽ നിന്നുണ്ടായ ഒരു വർഗീയ പരാമർശം ഒന്ന് എടുത്തു പറയാമോ? ഒരൊറ്റ ഒന്ന് മതി, അധികമൊന്നും ചോദിക്കുന്നില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്കകത്തെല്ലാം കൃത്യമായ നേതൃത്വം കൊടുത്തത് ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിൽ നേതൃത്വം നൽകുന്ന ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും വ്യാജ പ്രസിഡന്റുമാരുമാണ്. അതാണ് താഴേക്ക്. ഇത് അവരല്ലല്ലോ പ്രചരിപ്പിക്കുക. ഷാഫി പറമ്പിൽ പോസ്റ്റ് ഇടാണോ ചെയ്യുക? രാഹുൽ മാങ്കൂട്ടം പോസ്റ്റ് ഇടാണോ ചെയ്യുക? അതൊക്കെ അതിന് കൃത്യമായ അവരുടെ വഴി അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ കാഫിറിന്റെ പ്രയോഗം വന്നു, ഇതിന് ശേഷം അത് അവിടെ നിൽക്കട്ടെ. ഷാഫി എന്നാ പത്രസമ്മേളനം നടത്തിയത്? ഞാനത് ശ്രദ്ധിച്ചിരുന്നു. കാരണം KK ശൈലജ ഈ കാഫിർ എന്ന പ്രയോഗം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് ദിവസമാണ്. അന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വൈകുന്നേരമാണ് ടീച്ചറുടെ ഭാഗത്തുനിന്ന് ആ പ്രതികരണം വരുന്നത്. അതിനു മുമ്പ് അത് എയറിലുണ്ട്. ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടും പുറത്തേക്ക് വരുന്നത്, അതിന്റെ യാഥാർത്ഥ്യം അറിയുക എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ടീച്ചറായിട്ട് പറഞ്ഞത് വോട്ടെടുപ്പ് ദിവസം വൈകുന്നേരമാണ്. അതിന് മറുപടിയായിട്ടാണ് പിറ്റേ ദിവസം അദ്ദേഹം ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനം നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞത് ഇതാണല്ലോ. താങ്കൾ പറഞ്ഞത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഷാഫിയാണ് എന്ന്. അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിൽ ഇയാൾ മത്സരിക്കുന്നത് വടകരയിലാണോ പാകിസ്ഥാനിലാണോ എന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളുടെ പിന്നിൽ KK ശൈലജയാണെന്ന് പറയാമോ? ലിൻഡോ ജോസഫ് MLA, അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽപ്പെട്ട അജയ് ഫ്രാൻസിസ് ഇട്ട പോസ്റ്റ്, ഷാഫിയുടെയും ലാദന്റെയും പടം ഇട്ടിട്ട് രണ്ടുപേരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന കാര്യം, പേരാമ്പ്രയിലെ പ്രാദേശിക നേതാവ് CPM നേതാവ് നാരായണന്റെ പ്രതികരണം, ഷാഫിക്ക് വോട്ട് ചെയ്തവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം, ഇതൊക്കെ എവിടെ കേട്ടിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം KK ശൈലജയ്ക്കാണോ? ഞാൻ കരുതുന്നില്ല ടീച്ചർ അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. ടീച്ചർ അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അതേ ബഹുമാനം അപ്പുറത്തും കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? താങ്കൾക്ക് ഇതുവരെയും ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു വർഗീയ വിദ്വേഷത്തിന്റേതായ ഒരു വാചകം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ അതൊരു കൃത്യമായ മറുപടിയാണ്. താങ്കൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ശശികല ടീച്ചറോടും അതുപോലെ ശൈലജ ടീച്ചറും ഒരേ താലത്തിൽ വെച്ച് രാഹുൽ മാങ്കൂട്ട പോസ്റ്റിനെ പറ്റി സ്മൃതി പരീത്തിക്കാട് പറയാത്തത് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ഇട്ട് താങ്കൾ പറയണം, അത് ശരിയാണ്, അങ്ങനെ പറയാൻ പറ്റില്ല, രണ്ടിനെയും തുലനം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശ്രീ ലിജീഷ്, രണ്ടുപേരും രണ്ട് നേതാക്കളുടെ പോസ്റ്റ് ഷാഫിക്ക് വോട്ട് ചെയ്തവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണമെന്ന് പറയുന്നത് ആരുടെ രീതിയാണ്? ഏത് പാർട്ടി ഉപയോഗിക്കുന്ന രീതിയാണത്? ലാദനെയും ഷാഫിയെയും കണ്ടാൽ ഒരുപോലെയുണ്ടെന്ന് പറയുന്നത് ഏത് പാർട്ടി എടുക്കുന്ന രീതിയാണ്? CPMന്റെ രീതിയാണോ? നിങ്ങൾ ആത്യന്തികമായി എന്താണ് സ്ഥാപിച്ചെടുക്കുന്നത്? ഷാഫി പറമ്പിൽ എന്ന മുസ്ലിം നാമധാരി വടകരയിൽ മത്സരിച്ചുകൂടാ, ഇനി ജയിച്ചാൽ തന്നെ അത് വർഗീയത കൊണ്ടാണ് ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് സ്ഥാപിക്കുന്നത്? കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകരുത് എന്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൽ നിന്ന്. അയാൾ അവിടെ മത്സരിക്കുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഫലം എന്തുമാകട്ടെ, CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. അല്ല, തീക്കള്ളി കൊണ്ട് തലചൊറിയുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്.
അത് പറയാൻ സ്മൃതി പരുത്തിക്കാടിന് പറ്റുന്നില്ല. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെത് പോലും വളച്ചൊടിച്ച് പ്രയോഗിച്ച് സമൂഹത്തിനകത്ത് പ്രചരിപ്പിച്ചവരെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്. ഞാൻ ന്യായീകരിച്ചിട്ടില്ല. ഞാൻ ന്യായീകരിച്ചിട്ടില്ല. ഞാനത് അവരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് CPM നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഇതുവരെ ഇല്ലാത്ത, മുല്ലപ്പള്ളി മത്സരിച്ചപ്പോഴും കെ മുരളീധരൻ മത്സരിച്ചപ്പോഴും ഇല്ലാത്ത തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലീഗ് പ്രവർത്തകരിൽ കാണുകയാണ്. നിങ്ങൾക്ക് അവിടെ കോൺഗ്രസിൽ കാണുകയാണ്. ഷാഫി പറമ്പിൽ എന്ന പേരുകാരൻ വരുമ്പോൾ ഷാഫി പറമ്പിൽ എന്നൊരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ് താങ്കൾക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞു? ബാക്കി ലീഗ് പറയട്ടെ, ബാക്കി കോൺഗ്രസ് പറയട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.